പിടിച്ചെടുക്കാം. എവിടെ പറഞ്ഞിട്ടില്ലല്ലോ കണ്ണ് നിങ്ങൾ അങ്ങനെ തുറച്ചു നോക്കണം. അത് പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും അങ്ങനെ തുറച്ചു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് പർദ്ദ ഉണ്ടാക്കുകയാണെങ്കിൽ ആരൊക്കെ പർദ്ദ ഉണ്ടാക്കണം? പുരുഷന്മാരോട് ആദ്യം പറഞ്ഞു നിങ്ങൾ എങ്ങനെ കണ്ണ് ചില സന്ദർഭത്തിലൊക്കെ കണ്ണ് താഴ്ത്തിക്കൊള്ളു എന്ന് പുരുഷന്മാരോട് മോമിനുകളോട് പറഞ്ഞു. അതിന്റെ പേരിൽ അപ്പൊ എന്തിനാണ് താഴ്ത്തുന്നത്? സ്ത്രീനെ കാണുന്നതിനല്ലേ, സ്ത്രീകളെ കാണുന്നതിനല്ലേ ഈ താഴ്ത്തുന്നത്? അവിടുത്തെ സന്ദർഭമാണ്. അപ്പോ നമ്മളോട് കണ്ണ് താഴ്ത്താൻ വേണ്ടി, കാഴ്ച താഴ്ത്താൻ വേണ്ടി പറയുന്നെങ്കിൽ എന്താ കാരണം? മുഖം അവിടെ ഉണ്ടായിട്ടില്ല. മുഖം മൂടിയിലാണെങ്കിൽ എന്താ താഴ്ത്തേണ്ട ആവശ്യം? മുഖമൂടി എല്ലാവർക്കും ഇസ്ലാമികമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കണ്ണ് താഴ്ത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമ്മളോട് കണ്ണ് താഴ്ത്താൻ പറഞ്ഞപ്പോ തന്നെ ഉറപ്പായി മറ്റവർക്ക് മുഖംമൂടി ഇല്ല, ഉറപ്പായി, അത് ഉറപ്പായി. എല്ലാവരും മുഖംമൂടിയിട്ട പിന്നെ നമ്മൾ കണ്ണ് താഴ്ത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അതവിടെ നിന്ന് കിട്ടി. അതേപോലെ സ്ത്രീകളോടും പറഞ്ഞു നിങ്ങളും കണ്ണ് താഴ്ത്തും, ഈ വികാരപരമായിട്ടുള്ള നോട്ടും ലക്ഷ്യമൊന്നും പാടില്ല എന്ന് അവരോടും ഈ മിൻ അബ്സാരി എന്ന് പറഞ്ഞിട്ട് തന്നെ അവരോടും പറഞ്ഞു. അപ്പൊ ഇവരോട് പറഞ്ഞതിന്റെ പേരിൽ അവർ മുഖം മറക്കണം എന്നാണെങ്കിൽ അവരോട് പറഞ്ഞതിന്റെ പേരിൽ നമ്മളും വേണ്ട മുഖം മൂടിയിടുക. സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരേ ഭാഷയിൽ ഒരേ ശൈലിയിൽ അക്ഷരം മാറാതെയാണല്ലോ പറഞ്ഞത്. അപ്പൊ കണ്ണൊന്ന് താഴ്ത്തി പിടിക്കണം, ചില സന്ദർഭത്തിലൊക്കെ നോട്ടമൊക്കെ ഒന്ന് ചുരുക്കണം എന്നാണ്. ആ തുറച്ചു നോട്ടൊക്കെ ചില സന്ദർഭത്തിലൊന്നും വേണ്ടാവൃത്തിയിലേക്ക് ചാടും, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടായി തീർന്ന് കാണുന്ന സന്ദർഭം അതായത് പശ്ചാത്തലം അത് ഉടനെ പറഞ്ഞു. അങ്ങനത്തെ സ്ഥലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും അത്തരത്തിലുള്ള നോട്ടത്തിൽ നിന്ന് ഒഴിവാവണം എന്ന് പറഞ്ഞ ഇവര് മാത്രം മുഖം മൂടി ധരിക്കണം എന്നൊരു വ്യാഖ്യാനം ഇവിടുന്ന് കിട്ടാം. നമുക്ക് ചോദിക്കണം അതെങ്ങനെ കിട്ടാം? ഈ സ്ത്രീകള് മാത്രം മുഖം മൂടി ധരിക്കണം, നമ്മൾക്ക് മുഖം മൂടേണ്ട തരി മൂടേണ്ട അതെവിടെ നിൽക്കും? അള്ളാഹു ഒരേ ശൈലി ഒരേ ഭാഷയിൽ പറഞ്ഞ ഈ വാചകത്തിന് ഈ വാക്യത്തിന് സ്ത്രീകൾക്ക് മാത്രം മുഖംമൂടി വേണമെന്നും പുരുഷന്മാർക്ക് മുഖംമൂടി ആവശ്യമില്ല എന്ന് ഇവിടുന്ന് കിട്ടി. ഈ ദുന്യാവിലാകെ കുത്തിമറിഞ്ഞ അങ്ങനത്തെ തഫ്സീർ ന്യായപ്രകാരം ഉണ്ടാക്കാൻ കഴിയും. നുണ പറഞ്ഞുണ്ടാക്കണം. നുണ പറഞ്ഞിട്ട് നമുക്ക് കാണാണ്ടല്ലോ. നുണ പറഞ്ഞുണ്ടാക്കണം. പിന്നെ അവിടെ നുണ പറഞ്ഞുണ്ടാക്കിയ ശരി, നുണ പറഞ്ഞുണ്ടാക്കിയ സ്ത്രീകളൊക്കെ പർദ്ദ ധരിക്കണം, അത് നിർബന്ധമാണ്. അതിന് ബുക്ക് എഴുതി, അതിന് വലിയ ഗ്രന്ഥം എഴുതി, പർദ്ദക്ക് വേണ്ടിയിട്ട് ഗ്രന്ഥം എഴുതി. എന്നിട്ട് സ്ത്രീകളെ കാണാൻ പാടില്ല. ഏത് സ്ത്രീകൾ പറഞ്ഞു നോക്കുമ്പോ കുടുംബത്തിലുള്ളവരെയും കൂടി കാണാൻ പാടില്ലാത്തടത്തെത്തി. അനുജന്റെ ഭാര്യനെ കാണാൻ പാടില്ല, അനുജന്റെയും ജ്യേഷ്ഠന്റെയും ഭാര്യമാരെ കാണാൻ പാടില്ല എന്നത് വരെ മെഹറം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ വിവരിച്ചു. മെഹറം നോക്കാൻ പാടില്ലാത്ത അത് നോക്കല് ഹലാലായപ്പോ ഒക്കെ അവരുടെ സ്വന്തം മകൻ. ഇതൊക്കെ ഈ സാങ്കേതികങ്ങൾ നോക്കല് ഹലാലായത് ആരാ നോക്കാൻ ഹലാലായത്? അത് കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കൽ ഹലാലാണ്. അതായത് പറഞ്ഞു ഇതാരാ പറഞ്ഞത്? ഈ പറഞ്ഞ ആള് വേണ്ടേ? കെട്ടാൻ പാടില്ലാത്ത കുറെ സ്ത്രീകളെ അള്ള പറഞ്ഞിട്ടേ ശരിയാ. ഖുർആൻ പറഞ്ഞു ഈ കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാനതിനെ എവിടുന്ന് പിടിച്ചു? അത് എവിടുന്ന് പിടിച്ചു? അതൊന്നും ഇവിടെ ഖുർആൻ പറഞ്ഞില്ല. കെട്ടാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ശരിയാ. ഉമ്മാനെ, പെൺമക്കളെ, അമ്മായിമാരെ, അതുപോലെ പിന്നെ മറ്റേ മലകുടി ബന്ധത്തിലുള്ള സഹോദരിമാരെ പോലും കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ നോക്കാൻ എവിടെ പിടിച്ച്? അത് കാര്യം നടക്കും. കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാം ഒരു ആയത്ത് ഖുർആനിലില്ല. പിന്നെ എഴുതി കണ്ടുപിടിച്ച് ഇവര് കുടുങ്ങിയപ്പോ ഒരു പെണ്ണിനും നോക്കാൻ പാടില്ല, സകല സ്ത്രീകളും പർദ്ദ ധരിക്കണം എന്ന് പറഞ്ഞു നോക്കുമ്പോ സ്വന്തം ഉമ്മാനെ പോലും നോക്കാൻ പാടില്ല എന്നായി. സ്വന്തം ഉമ്മാനെ പോലും നോക്കാൻ പാടില്ല എന്നുള്ളടത്തെത്തി സ്വന്തം മകളെ നോക്കാൻ പാടില്ല, കുടുങ്ങില്ല. അപ്പൊ ഒരൊറ്റ പെണ്ണിന് മൂത്തുവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഉമ്മയും പെൺമക്കൾ അടക്കയിൽ പെട്ടു. അപ്പൊ അതിന് പുതിയൊരു നിയമം ഉണ്ടാക്കണം. ഇതിനെന്താ ഭാഗം? അപ്പോഴാണ് ഈ കുസൃതി പണിയേറ്റ് വന്നത്. പെൺമക്കളുടെ മക്കളെ കുടുംബത്തിൽ എണ്ണൂല എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ പറഞ്ഞു കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാം. ഇങ്ങനെ ഒരു നുണ പറഞ്ഞില്ലാതെ നിൽക്കലില്ല. സ്വന്തം ഉമ്മാനെ പോലും നോക്കാൻ പാടില്ല എന്ന നിയമപ്രകാരം വന്നത്. നിയമമാണെങ്കിൽ സ്വന്തം ഉമ്മാനെ പോലും നോക്കാൻ പാടില്ല. അത് വലിയ കടുപ്പല്ലേ? അപ്പൊ അത് പറഞ്ഞാൽ നടക്കൂല എന്ന് കണ്ടപ്പോ ഉമ്മാരും പെൺമക്കളൊക്കെ അതിന് ഒഴിവാക്കും. അങ്ങനെ മാത്രം ഒഴിവാക്കാൻ എന്താ? കെട്ടാൻ പാടില്ലാത്തൊരു അതെ കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാം എന്നാക്ക. അപ്പൊ അതിനൊരു പേരും മെഹറമിന് സാങ്കേതികമായിട്ട് ഒരു നിയമം ഉണ്ടാക്കി. മഹാരിമുകളെ കെട്ടല് ഹറാമായ ആൾക്കാരൊക്കെ നോക്കാൻ ഒരു പുതിയ നിയമം ഈ പുരോഹിതന്മാര് കെട്ടിച്ചമച്ചുണ്ടാക്കി. പാടില്ലെങ്കിൽ ഒന്നും പാടില്ല എന്ന് പറയേണ്ടതാണ്. അപ്പോ ഇടങ്ങറായിട്ട് ഇവർ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനത്തെ നിയമം ഇസ്ലാമിൽ അങ്ങനെ ഖുർആനിൽ പറഞ്ഞു. കെട്ടാൻ പാടില്ലാത്തവരെ നോക്കാം, അല്ലാത്തവരെ നോക്കാൻ പാടില്ല എന്ന നിയമം ഖുർആനിലില്ല. ഇതാ പാകുള്ളത്. കൊല്ലിൽ മോമിനെ യൗമൂമിൻ അബ്സാരിക്കും. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അങ്ങനെ വൈകാരിക